തൃഷയും വിജയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾ. ഒരു കല്യാണത്തിന്റെ റിസപ്ഷന് രണ്ടുപേരും ഒരേ കളറുള്ള വസ്ത്രം അണിഞ്ഞ് ഒരു കാറിൽ വന്നിറങ്ങി റിസപ്ഷനിൽ പങ്കെടുത്തത് അവരുടെ ആരാധകർക്ക് ഒരു കനത്ത ഷോക്കായി മാറിയിരുന്നു. ഒരു കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല, തൃഷ അതിസുന്ദരി തന്നെയാണ്. 40 കഴിഞ്ഞ തൃഷ വിജയ്ക്കൊപ്പം ഒരേ വസ്ത്രം ധരിച്ച് കല്യാണത്തിന് വരാതെ വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു എന്ന് നടൻ പാർത്ഥിപൻ ഒരു പ്രസ്താവന ഇറക്കി. 3-ാം തരക്കാരിയായ തൃഷയുടെ 3-ാം തരം ട്വീറ്റ് തനിക്കുണ്ടാക്കിയ മാനസിക പ്രശ്നം എന്താണ് എന്ന് അടുത്ത വീഡിയോയിൽ പറയാം എന്ന് പാർത്ഥിപൻ പറഞ്ഞിരുന്നു. ആവേശത്തോടെ പാർത്ഥിപന്റെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം. കാരണം പാർത്ഥിപൻ തൃഷയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അടുത്ത വീഡിയോ പുറത്തിറക്കിയത്. ആ വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: വിജയ് സിനിമയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് ജനങ്ങളെ സേവിക്കണം എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. മറ്റു പല വലിയ നടന്മാരും ശ്രമിച്ചിട്ടും എത്താത്ത ഉയരങ്ങളിൽ എത്താൻ വിജയ്ക്ക് സാധിച്ചു. അത്രയും വലിയ റിസ്ക് അദ്ദേഹം എടുക്കുമ്പോൾ ഇരു കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം, പാർത്ഥിപൻ പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങൾ മാറ്റി നിർത്തി ശരിയായ കാര്യത്തിലേക്ക് വരാം. വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ മരണശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി ഞങ്ങളുടെ ശരീരം പഠനത്തിനായി ദാനം ചെയ്തവരാണ്. വേറെ ആരൊക്കെ ഇതുപോലെ ശരീരം ദാനം ചെയ്തിട്ടുണ്ട് എന്നറിയാൻ ഞങ്ങൾ ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ തൃഷയുടെ പേര് കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിന് ശരിക്കും തൃഷയെ അഭിനന്ദിക്കണം. അതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായത്. ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറം തന്റെ സുന്ദരമായ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി ദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന തൃഷയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും പ്രശംസകളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദിയിൽ ഞാൻ സംസാരിച്ചത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് പാർത്ഥിപൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇതുവരെ കേട്ടറിഞ്ഞ തൃഷയല്ല കണ്ടറിഞ്ഞ തൃഷ എന്ന് തെളിയിച്ച തൃഷയ്ക്ക് GPS മീഡിയ എല്ലാ നന്മകളും നേരുന്നു.